ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് ദൈവം തന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ, ദൈവത്തോടൊപ്പം വസിപ്പാൻ വലിയവനായ ദൈവം സഹായിക്കുന്നോർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇന്ന് കർത്താവിനോട് നിങ്ങളോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ച ദൂതിലേക്ക്, ആ സന്ദേശത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇരിക്കുന്നുവെന്ന് അതിയായി വിശ്വസിക്കുന്നു. ഇന്ന് കർത്താവിനോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മെസ്സേജ്, ഒരു ദൂത്, അതിൻ്റെ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പ് ഭൂമിയിൽ, അതായത് ഇംഗ്ലീഷിൽ ജീസസ് ടേൺസ് യുവർ ബ്ലണ്ടേഴ്സ് ഇൻ ടു വണ്ടേഴ്സ്. അതായത് ജീസസ് ടേൺസ് യുവർ ബ്ലണ്ടേഴ്സ് ഇൻ ടു വണ്ടേഴ്സ്. അതായത് ഭോഷത്വത്തെ തിരഞ്ഞെടുത്തിട്ട് അനുഗ്രഹമാക്കി അല്ലെങ്കിൽ അത്ഭുതമാക്കി മാറ്റുന്ന ഒരു വലിയ ദൈവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനാധാരമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം 27-ാം വാക്യം നമ്മൾ കേൾക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പല ഭോഷത്വങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. പല ബ്ലണ്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയിട്ടുണ്ട്. നമുക്ക് മനഃപൂർവ്വമല്ല, ചിലപ്പോൾ യാദൃച്ഛികമായിട്ട്, ചിലപ്പോൾ സന്ദർഭവശാൽ, ചിലപ്പോൾ സാഹചര്യങ്ങൾ നമ്മളെ ചില തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റാൻ തക്കവണ്ണം പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തെറ്റുപറ്റാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും ഉണ്ടാകത്തില്ല. എല്ലാവരും തെറ്റിൽ കൂടെ വന്ന് ശരിയിലേക്ക് വന്ന് അനുഗ്രഹത്തിലേക്ക് വരികയാണ് സാധാരണയായി ചെയ്യുന്നത്. നമുക്കറിയാം, തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ അത്ഭുതം, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണല്ലോ. ആ അത്ഭുതം നടന്ന വീട്ടുകാരുടെ കാണിച്ച ഒരു മണ്ടത്തരം ഞാൻ നിങ്ങളോട് പറയട്ടെ. സാധാരണയായിട്ട് വിവാഹം നടത്തുന്ന വീട്ടിൽ അവര് മുൻകൂറായിട്ട് നേരത്തെ കണക്ക് കൂട്ടി എത്ര പേർക്ക് ആഹാരം കൊടുക്കണമെന്നും എത്ര പേര് ആ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുമെന്നൊക്കെ വളരെ ദിവസങ്ങളായിട്ട് കണക്ക് കൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കുന്ന വിവാഹങ്ങളാണ് ഒട്ടുമിക്ക വിവാഹങ്ങളും. കണക്ക് കൂട്ടാതെ ആരും വിവാഹങ്ങൾ അറേഞ്ച് ചെയ്തില്ല. അപ്പോൾ ആ വീട്ടുകാർക്ക് പറ്റിയ മിസ്റ്റേക്ക് നോക്കണം. അവര് അറേഞ്ച് ചെയ്ത വീഞ്ഞ് തീർന്നുപോയി. അവരുടെ ആ ഭോഷത്വം, അവരുടെ കണക്കൂട്ടൽ തെറ്റി, അവരുടെ ബുദ്ധി തെറ്റിപ്പോയി. അവരുടെ ചിന്താമണ്ഡലത്തിൽ വന്ന ഒരു അപാകതയാണ്, അല്ലെങ്കിൽ അവരുടെ കണക്കൂട്ടൽ വന്ന ഒരു അപാകതയാണ്. എന്നാൽ അവിടെ എന്താ സംഭവിച്ചത്? വീട്ടുകാർ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചത് കൊണ്ട് ആ ബ്ലണ്ടറിനെ, ആ ഭോഷത്വത്തെ അത് അനുഗ്രഹമാക്കി മാറ്റി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില ഭോഷത്വങ്ങൾ നമ്മൾ ചിലപ്പോൾ കാട്ടിക്കൂട്ടും. പക്ഷേ കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അതിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയും. നമുക്ക് 1-2 വചനങ്ങൾ കൂടി വായിച്ച് മുന്നോട്ട് പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ തന്നെ 1-ന്റെ 30-ാമത്തെ വാക്യം വായിക്കാം. അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും. യേശുക്രിസ്തുവിൽ നിങ്ങൾ ആരിൽ ഇരിക്കുന്നു? നിങ്ങൾ യേശുക്രിസ്തുവിൽ ഇരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള ഒരു ജനം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവന്റെ മഹത്വം കാണും. കർത്താവായ യേശുക്രിസ്തുവിൽ ഇരിക്കുന്ന ജനം, ക്രിസ്തുവിനോട് കൂടെ പറ്റിയിരിക്കുന്ന ജനം, ക്രിസ്തുവിൽ ആക്കപ്പെട്ട ജനം, ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട ജനം, അവർക്ക് ലഭിക്കാൻ പോകുന്ന 4 അനുഗ്രഹങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാമത്തെ അനുഗ്രഹം വിസ്ഡം ഫ്രം ദ ഗോഡ്, അതായത് ജ്ഞാനം ദൈവത്തിങ്കിൽ നിന്ന് കിട്ടും. 1-ാമത്തെ അനുഗ്രഹം ജ്ഞാനം ദൈവത്തിങ്കിൽ നിന്ന് കിട്ടും, വിസ്ഡം ഫ്രം ദ ഗോഡ്. 2-ാമത്തെ അനുഗ്രഹം റൈറ്റിയസ്നെസ്, നീതി ദൈവത്തിങ്കിൽ നിന്ന് കിട്ടും. 3-ാമത്തെ അനുഗ്രഹം ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ ദൈവത്തിങ്കിൽ നിന്ന് കിട്ടും.
നാലാമത്തെ അനുഗ്രഹം വീണ്ടെടുപ്പ്, റിഡംഷൻ ദൈവത്തിങ്കിൽ നിന്ന് കിട്ടും. 4 അനുഗ്രഹങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാൾ ക്രിസ്തുവിലായാൽ 4 അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ 4 ബ്ലെസ്സിങ് ക്രിസ്തുവിലാക്കപ്പെടുന്ന ഒരാൾക്ക് ലഭിക്കും. 1 ജ്ഞാനം, 2 നീതി, 3 ശുദ്ധീകരണം, 4 വീണ്ടെടുപ്പ്. നോക്കണം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ രേഖപ്പെടുത്തിയത് വിസ്ഡമാണ്, അല്ലെങ്കിൽ ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ജ്ഞാനികളിൽ ജ്ഞാനിയാകുന്ന ശലോമോൻ. ഈ ബിബ്ലിക്കൽ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ജ്ഞാനം കിട്ടിയ ഒരു മനുഷ്യനാണ് ശലോമോൻ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയതായ പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ആ സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിൽ അതിന്റെ 16-ാം വാക്യം അദ്ദേഹം പരിശുദ്ധാത്മാ മുഖാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. നോക്കണം, ഒരാൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ, ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ഇടത്തെ കയ്യിൽ എന്തുണ്ടാകും? ഇടത്തെ കയ്യിൽ റിച്ച് ആൻഡ് ഓണർ, അതായത് ധനവും മാനവും ഉണ്ടാകും. വലത്തെ കയ്യിൽ ലോങ് ലൈഫ്, അതായത് ദീർഘായുസ് ഉണ്ടാകും. നിങ്ങളുടെ കൈ ഒന്ന് നീട്ടി നോക്കി, 2 കൈയും മുന്നോട്ടൊന്ന് നീട്ടിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എൻ്റെ ഇടത്തെ കയ്യിൽ ധനവും മാനവും ഉണ്ടാകും, വലത്തെ കയ്യിൽ എനിക്ക് ദീർഘായുസ് ഉണ്ടാകും. അതിൽ അവിടെ പറയുന്നത് ധനവും മാനവും ദൈവത്തോടൊപ്പം ചേരുമ്പോൾ നമ്മുടെ പിന്നാലെ വരുമെന്ന്. അതുകൊണ്ട് കർത്താവ് പുതിയ നിയമത്തിൽ പറയുന്നത്, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഉണ്ണാനുള്ളത്, ഉടുക്കാനുള്ളത്, പാർക്കാനുള്ളത്, നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഓരോ ദിവസവും ആവശ്യമുള്ള പ്രൊവിഷൻസ് എല്ലാം കർത്താവ് നിങ്ങൾക്ക് നിശ്ചയമായിട്ട് തരും. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ പുറകെ പിന്നാലെ പോയാൽ മാത്രം മതി. അവനോട് കൂടെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി. നമുക്ക് ആവശ്യമുള്ള എല്ലാ ബ്ലെസ്സിങ്ങും, എന്തെല്ലാം ധനവും മാനവും പുരാതന സമ്പത്തും നമ്മുടെ പിന്നാലെ വരുമെന്ന് തിരുവചനം പറയുന്നത്. അപ്പോൾ 2 കൈ നീട്ടിയിട്ട് ഒരു കൈയിൽ ധനവും മാനവും ഉണ്ടാകും, വലത്തെ കൈയിൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് തിരുവചനം പറയുന്നത്. ആ സദൃശ്യവാക്യം തന്നെ 1-ാം അധ്യായം മുതൽ ഒന്ന് പെട്ടെന്ന് വായിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? ജ്ഞാനം വർദ്ധിക്കണമെങ്കിൽ മകനെ എൻ്റെ ഉപദേശം മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ദൈവത്തിന്റെ ഉപദേശം മറക്കരുത്. ദൈവത്തിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഈ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഏതനുഗ്രഹങ്ങൾ? ഇടത്തെ കയ്യിൽ ധനവും മാനവും ഉണ്ടാകും, വലത്തെ കയ്യിൽ ലോങ് ലൈഫ്, ദീർഘായുസ് ഉണ്ടാകും. 2-ാമത്തെ വാക്യം, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തു. നിന്റെ ഹൃദയം മാറിപ്പോകരുത്. നിന്റെ ഹൃദയം എന്റെ കൽപ്പനകൾ തന്നെ, കർത്താവിന്റെ ചുവടുകൾ തന്നെ യാത്ര ചെയ്യണം. എന്ന് വെച്ചാൽ നിന്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും തിരുവചനം ധ്യാനിക്കണം. ഹൃദയത്തിന്റെ ഉള്ളറയിൽ ദൈവവചനം എല്ലായ്പ്പോഴും നിലനിൽക്കണം. ആ വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നിന്റെ ഇടത്തെ കയ്യിൽ റിച്ച്നെസ്സും ഓണറും ഉണ്ടാകുകയും വലത്തെ കയ്യിൽ ലോങ് ലൈഫ് ഉണ്ടാകുകയും ചെയ്യും. 3-ാമത്തെ വാക്യം, ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു. ദീർഘായുസും സമാധാനവും വർദ്ധിക്കും. ഓരോ ദിവസവും നമുക്ക് സമാധാനം വർദ്ധിക്കും. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമാധാനത്തെക്കാട്ടിൽ ഈ വർഷം സമാധാനം വർദ്ധിക്കും. ഹല്ലേലൂയ. ആരെല്ലാം എന്തെല്ലാം പ്രവചനം പറഞ്ഞാലും വചനം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തെ മാത്രം ശ്രദ്ധിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ നിനക്ക് സമാധാനം വർദ്ധിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ സമാധാനമില്ലാത്ത ഒരാളാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നിനക്ക് സമാധാനം വർദ്ധിക്കും. ഈ ദൂത് നിങ്ങൾ ഉറപ്പായിട്ട് ഹൃദയത്തിലൊന്ന് ഉറപ്പിച്ചാട്ട് അവൻ സമാധാനം വർദ്ധിക്കും. ഹല്ലേലൂയ. അവൻ രവീന്ദ്രൻ, അവൻ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കാൻ പോവുകയാണ്. ഇതുവരെ കിട്ടാത്തൊരു സമാധാനം, ഒരു സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, ലോകം തരുന്ന സമാധാനമല്ല, പരിശുദ്ധാത്മാവ് തരുന്ന സമാധാനം. അവന്റെ പേര് തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അവൻ അത്ഭുത മന്ത്രി, വീന്നാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാണ്, ലോർഡ് ഓഫ് പീസ്. ദൈവം സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ആ പ്രഭുവാണ് നമ്മുടെ കൂടെ വസിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ആ പ്രഭു കൂടെ വസിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സമാധാനത്തിന്റെ വർധനം ഉണ്ടാകും. അടുത്ത വാക്യം നോക്കി, ദൈവം വിശ്വസ്തത നിന്നെ എന്ത് ചെയ്തില്ല?
വിട്ടുപോകരുത്. ദയ കാണിക്കേണ്ടവരോട് ദയ കാണിക്കണം, കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കണം, വിശ്വസ്തരായിരിക്കണം എന്നൊക്കെ ആ ദൈവത്തിന്റെ ആ കൽപ്പനകളാണ്. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഒന്ന് നമ്മുടെ വീട്ടിൽ വിശ്വസ്തനായിരിക്കണം, നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തോട് വിശ്വസ്തത കൂറ് പുലർത്തണം. നമ്മളൊരു പട്ടണത്തിൽ താമസിക്കുമ്പോൾ ആ പട്ടണത്തിലെ നിയമങ്ങൾ അനുസരിച്ച് ആ പട്ടണത്തോട് ആ കൂറ് പുലർത്തണം. അങ്ങനെ ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുമാറരുത്. ദയ കാണിക്കണം എന്ന് വെച്ചാൽ വിശന്ന് ഒരാൾ വരുവാണെങ്കിൽ അവിടെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ആഹാരമാണ് കൊടുക്കേണ്ടത്. വസ്ത്രമില്ലാത്ത ഒരാൾ വരുവാണെങ്കിൽ അവിടെ പ്രസംഗമല്ല വേണ്ടത്, പ്രാർത്ഥനയല്ല വേണ്ടത്, അവർക്ക് വസ്ത്രം കൊടുക്കുക വേണ്ടത്. അങ്ങനെ ദയ കാണിക്കുക, കരുണ കാണിക്കുക, ആർദ്രത കാണിക്കുക, മനസ്സിൽ കാണിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ ഇടത്തെ കയ്യിൽ ധനവും മാനവും ഉണ്ടാകും, വലത്തെ കയ്യിൽ ദീർഘായുസ്സുണ്ടാകും. ഹല്ലേലൂയ, ആമേൻ. അടുത്ത വാക്യം കൂടെ ഒന്ന് പെട്ടെന്ന് വായിച്ചോളൂ. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിന് മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കുക. അപ്പൊ നല്ല ഒരു ബുദ്ധി കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ വചനത്താൽ ജീവിക്കുക, നല്ല ബുദ്ധി കിട്ടും. നമുക്കറിയാമല്ലോ, ആൾക്കാർ കൊലപാതകികളായി, ദുർനടപ്പുകാരായി, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി, അനുസരണം കെട്ടവരായി, ലഹരിക്ക് അടിമകളായി, ബലാത്സംഗത്തിന് അടിമകളായി, ഇങ്ങനെ ആൾക്കാർ ഇന്നത്തെ കാലത്ത് വളരെ നികൃഷ്ടമായി ജീവിക്കുന്ന ഒരു കാലഘട്ടം. അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അബലമായിരിക്കുക. എന്നാൽ ആർക്കാണ് ബുദ്ധി യഥാർത്ഥമായി നേരായ ബുദ്ധി, നല്ല ബുദ്ധി, സൽബുദ്ധി പ്രകാശിക്കുന്നത്? ദൈവവചനപ്രകാരം ജീവിക്കുന്നവർക്ക് സൽബുദ്ധി, ബുദ്ധി അവൻ പ്രകാശിക്കുക. എന്ന് വെച്ചാൽ ബുദ്ധി നമുക്ക് പ്രകാശിക്കാൻ തുടങ്ങിയാൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ആക്ട് ചെയ്യാൻ തുടങ്ങും. കറക്റ്റ് ടൈമിൽ നമ്മൾ സംസാരിക്കും. അതെ, നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത് ആപ്റ്റായിട്ടുള്ള വാക്കുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് ദൈവഹിതമില്ലാത്തൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീഴാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവഹിതമുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടും. നമ്മുടെ വാക്കുകൾ കർത്താവിന്റെ ശബ്ദമായി തീരും. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടി. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക. എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. നിന്റെ പാതകളെ നേരെയാക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ പാതകളെ, ഇപ്പൊ എന്തെങ്കിലും പാത തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്, പോഷത്വമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പല പാതകളും തെറ്റി, നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾ വന്നു, തകർച്ചകൾ വന്നു, ഇടിവുകൾ വന്നു. പക്ഷേ ഹല്ലേലൂയ, നമുക്കൊരു അത്ഭുതം കർത്താവ് തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ തന്നെ, സന്ദർശകമൊക്കെ 4-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 1-2 വാക്യങ്ങൾ കൂടി വായിച്ചാട്ട്. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിനെ ശ്രദ്ധിക്കുക. നോക്കണം, അപ്പന്റെ പ്രബോധനം കേട്ടെങ്കിൽ മാത്രമേ വിവേകം വർദ്ധിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ നിനക്ക് വിവേകം വർദ്ധിക്കും. അടുത്ത വാക്യം. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു, എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കരുത്. എന്റെ അപ്പനും മകനും എന്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അടുത്ത വാക്യം. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കാൻ വിവേകം നേടുക മറക്കരുത്. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക. ഇതാണ് മുഖ്യമായി. നമുക്കൊരു അനുഗ്രഹം വേണമെങ്കിൽ, അനുഗ്രഹത്തിലേക്ക് നമ്മൾ നടക്കണമെങ്കിൽ, ഒരു അത്ഭുതത്തിലേക്ക് നടക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം പ്രാപിക്കുക. നമുക്കൊന്ന് ചേർന്ന് പറയാം, അത്ഭുതത്തിലേക്ക് ഞാൻ നടക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം പ്രാപിക്കുക. ഒരിക്കൽ കൂടി പറഞ്ഞാട്ട്, അത്ഭുതത്തിലേക്ക് നാം നടക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം പ്രാപിക്കുക. നോക്കണം, ശലോമോന്റെ ജീവിതത്തിൽ അവൻ ദൈവം കൊടുത്ത ജ്ഞാനം നിമിത്തം അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു. അവൻ ശലോമോന്റെ കുറിച്ച് എഴുതിയിരിക്കുന്ന 1 രാജാക്കന്മാർ 3-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നോക്കണം, അപേക്ഷിക്കാത്തതായ സമ്പത്ത്. നോക്കണം, ശലോമോൻ ദൈവത്തോട് ചോദിച്ച ജ്ഞാനം മാത്രമാണ്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? ശലോമോന് ദൈവം കൊടുത്തത് ചോദിക്കാത്ത കാര്യങ്ങൾ ദൈവം കൊടുത്തു. എത്ര പേർ എന്ന് രാത്രികാലം ഈ ദൂത് കേട്ട് വിശ്വസിക്കുന്നുണ്ട്? ചോദിക്കാതെ ദൈവം നിനക്ക് സമ്പത്ത് തരും എന്ന് പറഞ്ഞാൽ നീ സമ്പത്തിന് വേണ്ടി ഒരിക്കലും ചോദിക്കേണ്ട ആവശ്യമില്ല. നന്മയ്ക്ക് വേണ്ടി ഒരിക്കലും കർത്താവിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. നന്മയും കരുണയും നിന്റെ പിന്നാലെ വരും. ദൈവത്തിന്റെ പിന്നാലെ നാം പോകുമ്പോൾ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. എന്ന് പറഞ്ഞാൽ
ക്ലോസേ ഉള്ളൂ കർത്താവ് പറയുന്നത്. ഒന്ന്, നീ ദൈവത്തിന്റെ പിന്നാലെ പോവുക. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്റെ പിന്നാലെ വരും. നിന്റെ പിന്നാലെ വരുന്നത് പൈശാചിക മണ്ഡലങ്ങളല്ല, നിന്റെ പിന്നാലെ വരുന്നത് ആപത്തുകളും ദുർഘടങ്ങളും മാരക രോഗങ്ങളുമല്ല, പകർച്ചവ്യാധികളല്ല, ദുഷ്ടന്റെ തന്ത്രങ്ങളൊന്നുമല്ല നിന്റെ മേൽ വിലപ്പോകാൻ പോകുന്നത്. നിന്റെ പിന്നാലെ വരുന്നത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അല്ലെങ്കിൽ നോക്കണം, ശലോമോൻ ജ്ഞാനം ചോദിച്ചപ്പോൾ ശലോമോൻ എന്ത് ദൈവം കൊടുത്തു? അഡീഷണൽ ആയിട്ട് ദൈവം കൊടുത്തു. നോക്കണം, ആരെങ്കിലും വെളിപ്പാട് ചോദിക്കുന്നെങ്കിൽ, ആരെങ്കിലും ദൈവകൃപ ചോദിക്കുന്നെങ്കിൽ, ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചോദിക്കുന്നെങ്കിൽ, ആരെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനോട് കൂടെ ചേർന്ന് വസിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്ന ദൂത്, ദൈവം നിനക്ക് അവൻ അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന, അവൻ ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നിശ്ചയമായിട്ടും തന്നിരിക്കും. നമുക്കറിയാം കർത്താവിന്റെ അത്ഭുത ശുശ്രൂഷകളുടെ ഒന്നാമത്തെ ശുശ്രൂഷ പച്ചവെള്ളം വീഞ്ഞാക്കിയത്, അത് സാമ്പത്തിക അനുഗ്രഹങ്ങളാണ്. എന്നുള്ള 5 അപ്പം ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പം പ്രാർത്ഥിച്ച് കൊടുത്തപ്പോൾ അത് 5000 പുരുഷന്മാര് വേണ്ടുവോളം ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചിട്ട് കൊട്ടയും വട്ടിയും നിറച്ച് വീട്ടിലേക്കും കൊണ്ടുപോയി. അത് സാമ്പത്തിക അനുഗ്രഹം. അതൊന്നും ചോദിച്ചു വാങ്ങിക്കുന്നതല്ല. കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ, കർത്താവിനോട് കൂടെ വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പിന്നാലെ ദൈവം തരുന്ന റിവാർഡാണ്, അല്ലെങ്കിൽ ബോണസ് ആണ്, അല്ലെങ്കിൽ ലോകപ്രകാരം പറഞ്ഞാൽ ഡിവിഡൻഡ് ആണ്. അങ്ങനെ നോക്കണം, ശലോമോൻ ആ വാക്യം കൊണ്ടുകൂടി വായിച്ചത്, ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നോക്കണം, നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം ഒക്കെയും രാജാക്കന്മാർ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല. നിന്റെ രാജാക്കന്മാർ ഒരുത്തരും നിനക്ക് സമനാകുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. പക്ഷെ ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ക്ലോസ് കർത്താവ് വെച്ചിരിക്കുകയാണ്. എന്താ ക്ലോസ്? ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ ഒറ്റ ക്ലോസേ ഉള്ളൂ, ദൈവം പറഞ്ഞതുപോലെ നടക്കാൻ തുടങ്ങണം. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ, ദൈവം പറയുന്നത് പോലെ, ദൈവത്തിന്റെ വചനപ്രകാരം നീ ജീവിക്കാൻ തുടങ്ങിയാൽ നിന്റെ ആയുസ് വർദ്ധിക്കും. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യം വർദ്ധിക്കും. ഇന്ന് ഹല്ലേലൂയ ഈ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും അവൻ രോഗികളായി, അനാരോഗ്യമായി, ക്ഷീണിച്ചും അതെ ഭാരപ്പെട്ടുവരിക്കുന്നെങ്കിൽ അവരോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനപ്രകാരം അവന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായി കർത്താവിനോട് കൂടെ നടക്കുക എന്നുള്ളതാണ്. കർത്താവിനോട് കൂടെ എങ്ങനെ നടക്കുന്നത്? കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, കർത്താവ് വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ വചനം നമ്മുടെ കൂടെ പാർക്കാൻ തുടങ്ങണം. നമ്മൾ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ എല്ലായ്പ്പോഴും മുഖപ്രകാശമായിരിക്കണം. എപ്പോഴും കൂടെ അങ്ങോട്ട് വസിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ സംഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നമ്മളെ തേടി വരുന്നത്. ഈ തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ചില അത്ഭുതങ്ങൾ നമ്മളെ തേടി വരും. കാരണം ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഈ വചനം നിങ്ങൾക്ക് സൗഖ്യം തരുന്ന വചനമാണ്. വചനം നിങ്ങൾക്ക് ധൈര്യം തരുന്ന വചനമാണ്. വചനം നിങ്ങൾക്ക് സമാധാനം വർദ്ധിപ്പിക്കുന്ന വചനമാണ്. വചനം നിങ്ങൾക്ക് മഹത്വം വർദ്ധിപ്പിക്കുന്ന വചനമാണ്. വചനം നിങ്ങൾക്ക് മാനം വർദ്ധിപ്പിക്കുന്ന വചനമാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത 2 കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് നോക്കണം. ഇന്നത്തെ കാലത്ത് ആരോഗ്യം, ദീർഘായുസ് ഉണ്ടാക്കണമെങ്കിൽ ആരോഗ്യം ഉണ്ടാകണം. ആരോഗ്യം നമുക്കറിയാം. ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലും മറ്റു പബ്ലിസിറ്റികളിലും എല്ലാം ആൾക്കാർ കൺഫ്യൂഷൻ ആക്കുക. കാരണം അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അത് കഴിച്ചാൽ ആ രോഗം വരും, പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ അങ്ങനെ വരും, അല്ലെങ്കിൽ ഷുഗർ കൂടുതൽ കഴിച്ചാൽ വേറെ അസുഖങ്ങൾ വരും എന്ന് വേണ്ട, അല്ലെങ്കിൽ വയറിനകത്തൊരു ദഹനക്കേട്, അല്ലെങ്കിൽ ഗ്യാസ് എന്ന് വേണ്ട പല അസുഖങ്ങളെ കുറിച്ചുള്ള ഭീതി നമ്മുടെ ഉള്ളിലിടുക, ഭയമിടുക. എന്നാൽ ഇത്രയും അസുഖങ്ങളെ കുറിച്ച് ഭീതി ഉണ്ടാകുമ്പോഴും ലോകത്തിൽ
ഭീതി വരുത്തുന്ന ശബ്ദങ്ങൾ, ഭീതി വരുത്തുന്ന ന്യൂസുകൾ നമ്മളെ ഭീതി വരുത്തുക. ഭീതി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ സമാധാനം നഷ്ടപ്പെടും, അയാളുടെ സ്വസ്ഥത നഷ്ടപ്പെടും, അയാൾക്ക് സംശയങ്ങൾ ഉണ്ടാകും, അയാൾക്ക് രോഗി അല്ലെങ്കിൽ നിശ്ചയമായിട്ട് രോഗമായി തീരും. അതുകൊണ്ട് ഭീതി വരുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കാതെ ദൈവം പറയുന്ന ശബ്ദമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം തരുന്ന ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ശബ്ദമാണ്. ദൈവം ഒരിക്കലും ഭീതി വരുത്തുന്നവനല്ല, പിന്നെയോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിത്യജീവൻ കൊടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇന്ന് പാപികളായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ നഷ്ടപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ നശിച്ചവരായിട്ട് ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് ലോകം മുഴുവൻ വിധി പറഞ്ഞ് നിന്റെ എല്ലാ വഴികളും അടഞ്ഞ് ഒരു ഗതിയും പരഗതിയില്ല എന്ന് ലോകം പറഞ്ഞ് നിന്നെ ആർക്കും വേണ്ട, നീ നശിച്ചുപോയി എന്ന് വിധി പറയുന്ന, നീ ശപിക്കപ്പെട്ട ആരെങ്കിലും അത് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നത് നിന്നെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്. കാരണം പാപികളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, ഒരു ജാതിയെ ഉണ്ടാക്കിയ സ്ഥാപകനല്ല, ക്രിസ്തു മതത്തിന്റെ ഒരു ദൈവമല്ല, പിന്നെയോ ക്രിസ്തു സകല മാനവരാശിയുടെയും അവൻ രക്ഷകനായി ഭൂമിയിലേക്ക് വന്ന് ആരെങ്കിലും, കർത്താവ് പറയുകയാണ്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് അവൻ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കുന്ന, എന്റെ ഭാരം എന്തുണ്ടാകെങ്കിലും ഏത് ഭാരമായിട്ടാകട്ടെ എന്റെ ചുമലിലോട്ടൊന്ന് ഇട്ടുകൊള്ളുക, എന്റെ ചുമലിലോട്ടൊന്ന് ഇട്ടുകൊള്ളുക. നിന്റെ ചിലപ്പോൾ മക്കളെ വിവാഹം കഴിപ്പിക്കുന്ന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് തകർന്ന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായ വേദന അനുഭവിക്കുന്ന വിഷയമായിരിക്കാം. കർത്താവിന്റെ ചുമലിലോക്കൊന്ന് ഇട്ടുനോക്ക്, നിശ്ചയമായിട്ടും കർത്താവ് നിന്നെ പുലർത്തും, കർത്താവ് നിന്റെ ഭാരം ഏറ്റെടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ അപ്പോൾ ലോങ് ലൈഫ്, അതായത് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവർക്ക്, കർത്താവിന്റെ വചനം അനുസരിക്കുന്നവർക്ക് ലോങ് ലൈഫ്, ദീർഘായുസ് ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ലെങ്ത് ഓഫ് അവർ ലൈഫ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ആയുസ് വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും, സമാധാനം വർദ്ധിക്കും. അത് എത്ര പേർ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് സമാധാനം വർദ്ധിക്കും, സന്തോഷം വർദ്ധിക്കും, സൗഖ്യം വർദ്ധിക്കും. ശരീരത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗഖ്യം വർദ്ധിക്കും. ഞാൻ തന്നെ, എനിക്ക് പല പ്രാവശ്യം ഞാൻ ശാരീരികമായ ക്ഷീണത്തിലും ശാരീരികമായ ക്ലേശത്തിലും ഡോക്ടർമാര് പലപ്പോഴും വിധി പറഞ്ഞു, ഇനിയും പ്രയാസമാണ്, സർജറി ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ഒരാളാണ്. എന്നാൽ കർത്താവോട് എല്ലാം ഒരു സൗഖ്യം തന്നു. ഹല്ലേലൂയ. 2024 എനിക്ക് നട്ടൽ സംബന്ധമായിട്ട് രോഗം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 4-5 ഡോക്ടർമാർ തിരുവനന്തപുരത്ത് പരിശോധിച്ചു. ഹല്ലേലൂയ. പരിശോധിച്ചിട്ട് ഹല്ലേലൂയ MRI സ്കാൻ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനിയും രക്ഷയില്ല, സർജറി നടത്താതെ ഈ രോഗം സൗഖ്യമാകത്തില്ല എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വിശ്വസിക്കുന്നത് നട്ടല്ലല്ല, ശരീരത്തിലെ ഏത് കോശങ്ങളും സൃഷ്ടിച്ചു തരുവാൻ സർവശക്തനായ ദൈവമാണ് ഹല്ലേലൂയ ഇടയായി തീർന്നത്. അപ്പന്റെയോ അമ്മയുടെയോ ഗുണങ്ങൾ കൊണ്ടോ അതെ അവരുടെ എഫർട്ട് കൊണ്ടോ അത് വന്നതായ ഒരു ശരീരമല്ല നമ്മുടെ ശരീരം. പിന്നെയോ ദൈവം അതെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ ഈ ഭൂമിയിൽ കണ്ടിരുന്നു ദൈവം. ആമേൻ. നമ്മളെ ദൈവം കണ്ടിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കണ്ണുകളിൽ നമ്മൾ ഉണ്ടായിരുന്നു. ആമേൻ. കർത്താവ് മാത്രമാണ് പറഞ്ഞത്, നിന്റെ തലയിലെ ഒരു രോമം കൊഴിയുന്നത് ഞാൻ അറിയുന്നല്ലോ, നിന്റെ തലയിൽ എത്ര രോമം ഉണ്ടെന്ന് ഞാൻ അറിയുന്നല്ലോ. നിശ്ചയമായിട്ട് നിന്റെ തലയിൽ എത്ര രോമം ഉണ്ടെന്ന് നിന്റെ അപ്പൻ അറിയത്തില്ലായിരിക്കാം, അമ്മയ്ക്ക് അറിയത്തില്ലായിരിക്കാം, സഹോദരന്മാർക്ക് അറിയത്തില്ലായിരിക്കാം, പ്രിയപ്പെട്ടവർക്ക് അറിയത്തില്ലായിരിക്കാം. എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, നിന്റെ തലയിലെ എത്ര രോമം
പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയാണ്, നിങ്ങൾ അതേ കർത്താവിന്റെ ദൃഷ്ടിയിൽ അകന്നല്ലിരിക്കുന്നത് പിന്നെയോ കർത്താവ് നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ സംഭവം, അതേ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി നടക്കുമ്പോൾ ഒന്ന് സംഭവിക്കുന്ന ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ വിസ്ഡമാണ്. ജ്ഞാനം വർദ്ധിക്കുമ്പോൾ സമ്പത്തും മഹത്വം ഉണ്ടാകും, വലത്തെ കൈയിൽ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. രണ്ടാമതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നീതിയാണ്. ഒരാൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവന് ലഭിക്കാൻ പോകുന്ന രണ്ടാമത്തെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നീതീകരണം ലഭിക്കുമെന്നാണ്. അതിന് ആധാരമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാൻ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നോക്കണം, എങ്ങനെയാണ് ഒരാൾക്ക് നീതീകരണം പ്രാപിക്കുന്നത്? എങ്ങനെയാണ് ഒരാൾ നീതി ലഭിക്കുന്നത്? ഒറ്റ കാരണേ ഉള്ളൂ അവിടെ. വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുന്നു. എങ്ങനെയാണ് നീതീകരണം ലഭിക്കുന്നത്? വിശ്വാസത്തിൽ, കർമ്മമാർഗത്താലല്ല. ഏതെങ്കിലും പ്രസാദം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പണം കൊടുത്തിട്ടോ ഏതെങ്കിലും സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ട് അല്ല നീതീകരണം ലഭിക്കുന്നത്. പിന്നെയോ ഒരാൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന് നീതീകരണത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അപ്പോൾ നീതീകരണം എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. എവിടെയാണ് ഈ നീതീകരണം ആരംഭിച്ചത്? നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ അബ്രഹാമിന്റെ ചരിത്രത്തിൽ ഹല്ലേലൂയ സ്തോത്രം പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. അതിനുശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകും. നോക്കണം, ദൈവം പറയുകയാണ്, വിശ്വസിച്ച് മുന്നോട്ട് ഇറങ്ങിയതായ ഒരു മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നോക്കണം, വിശ്വസിക്കുന്നവർക്കുള്ള ബ്ലെസ്സിങ് ആണ് ഞാൻ ഈ പറയുന്നത്. വിശ്വസിക്കുന്നവർക്കുള്ള ബ്ലെസ്സിങ് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ലോകത്തിൽ ഒരു മനുഷ്യനും നിനക്ക് പ്രതിഫലം തന്നില്ലെങ്കിലും, ഒരു മനുഷ്യൻ നിനക്ക് നന്ദി കാണിച്ചില്ലെങ്കിലും, ഒരു മനുഷ്യനും നീ ചെയ്തതിന് പകരം നിനക്കൊരു നന്മ ചെയ്തില്ലെങ്കിലും, ദൈവം നിന്നോട് പറയുകയാണ്, ദൈവം നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിമഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരാൾ ആരും നിനക്ക് പ്രതിഫലം തന്നില്ലെങ്കിലും, ഒരു നന്മ ചെയ്തില്ലെങ്കിലും, ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്നെ തേടി ചില നന്മകൾ ഈ ദിവസങ്ങൾ വരുന്നുണ്ട്. ഈ വചനം നീ വിശ്വസിക്കുമ്പോൾ നിന്നെ തേടി ചില നന്മകൾ നിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നോക്കണം, അബ്രഹാം 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 12-ാം അധ്യായം 1-ാം വാക്യമാണ് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. നോക്കണം, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃദേശത്തെയും, നോക്കണം എത്ര കാര്യങ്ങൾ ദൈവം പറഞ്ഞത്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. നോക്കണം, അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങുന്നവന് കൊടുത്ത ബ്ലെസ്സിങ്, അത്ഭുതം ശ്രദ്ധിക്കണം. ഞാൻ നിന്നെ എന്ത് ചെയ്യും? നിന്നെ വലിയൊരു ജാതിയാക്കും. ഇപ്പോൾ നീ ചെറിയ ജാതി ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഒരു കൂട്ടമായിരിക്കാം, ചെറിയ ലെവലിലായിരിക്കാം നീ ജീവിക്കുന്നത്. എന്നാൽ ദൈവം നിന്നോട് പറയുന്നു, നീ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്റെ അതിർത്തികളെ വിസ്തൃതമാക്കും, ദൈവം നിന്റെ അവകാശങ്ങളെ വിസ്തൃതമാക്കും, ദൈവം നിന്റെ പ്രോമിസസിനെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അടുത്ത വാക്യം, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നോക്കണം, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേരെന്ത് ചെയ്യും? വലുതാക്കും. അബ്രഹാമിനോട് നീ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ തലയിലോട്ട് കൈവച്ച് പറയാൻ പറ്റുമോ? ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഈ വചനപ്രകാരം വിശ്വസിച്ചാൽ മാത്രം മതി. ഞാനൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ വലത്തെ കൈ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കൈയാണ്. ആ വലത്തെ കൈ നിങ്ങളുടെ തലയിലോട്ട് വെച്ചിട്ട് പറയാം, ഞാനൊരു അനുഗ്രഹമായിരിക്കും.
എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ദേശത്ത്, ഞാൻ നിൽക്കുന്ന പട്ടണത്തിൽ, ഞാൻ നിൽക്കുന്ന വീട്ടിൽ, നിങ്ങളൊരു വീട്ടിലോട്ട് ചെന്നാൽ തന്നെ ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വീട്, നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങളുടെ വീട് ഒരു അനുഗ്രഹത്തിന്റെ ഭവനമാണ്. എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിയുന്ന ഒരു ഭവനമാണ്. അനേകർക്ക് നിങ്ങൾ വാരി വിതറി കൊടുക്കുന്ന ഒരു ഭവനമായി തീരും. അവൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഈ കേൾക്കുന്നവരോട് ദൂത് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ നന്മകളെ വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുത മന്ത്രി നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആരുടെ വാക്ക് കേട്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ പിന്നാലെ വന്നത്? ദൈവത്തിന്റെ വാക്ക് കേട്ടാണ്. അവനെ വിശ്വസിച്ചു. നോക്കണം, ഊരിൽ ദൈവത്തെ അറിയാത്തൊരു ഒരു കണ്ടീഷനിൽ ജീവിച്ചതായ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് വിശ്വസിച്ചപ്പോഴാണ് അവന് നീതിയായി കണക്കിട്ടത്. അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഭൂമിയിലെ സകല വംശങ്ങളും നോക്കണം, നിന്നിൽ എത്ര വലിയൊരു ബ്ലെസ്സിംഗ് ആണ്, അത്ഭുതമാണ് കൊടുക്കുന്നത്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാക്യം, തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്ത് അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സ്. 15:6 വായിച്ചാട്ട്, അബ്രഹാം ശേഖം എന്ന സ്ഥലം വരെയും ഏലോൻമേരെ വരെയും ദേശത്തിൽ കൂടി സഞ്ചരിച്ചു. അന്ന് കനാൻ 15:6 ഉൽപ്പത്തി പുസ്തകം 15:6. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ എവിടെയാണ് നീതി ആദ്യം തുടക്കമിട്ടത്? ആദ്യ നീതി തുടക്കമിട്ടത് അബ്രഹാമിലാണ്. നോക്കണം, അബ്രഹാമിൽ നീതി തുടക്കമിട്ടു. ഗലാത്യർക്കെതിരെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ നീതി എങ്ങനെ കിട്ടും? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ഓരോരുത്തരും അബ്രഹാമിന് സന്തതികളായി തീർന്നു. അപ്പൊ യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിൽ ഉള്ള വിശ്വാസത്തിൽ കൂടെ അബ്രഹാമിന് സന്തതിയാവും. കാരണം നമ്മൾ ഇസ്രായേലിൽ ജനിച്ചവരല്ല, ഇസ്രായേൽ പൗരത്വമായി ബന്ധമുള്ളവരല്ല, ആ രക്തബന്ധം ഒന്നുമില്ല. നമുക്ക് ഇസ്രായേലുമായിട്ട് ഒരു രക്തബന്ധമില്ല. പക്ഷേ വിശ്വാസത്താൽ നാം നീതീകരണം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ പുണ്യരക്തം എന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി എന്ന് നാം വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മുടെ അശുദ്ധ രക്തങ്ങൾ, നമ്മുടെ മേലുള്ള അകൃത്യത്തിന്റെ രക്തങ്ങൾ, നമ്മുടെ മേലുള്ള എല്ലാ ശാപങ്ങളും മാറി ആ പുണ്യരക്തത്തിൽ കൂടെ നാം പാപമോചനം പ്രാപിക്കുന്നു. ആ പാപമോചനം പ്രാപിക്കുന്നു, ശാപമോക്ഷം പ്രാപിക്കുന്നു. ശാപമോക്ഷം വന്ന നമ്മുടെ മേൽ, പാപമോക്ഷം വന്ന നമ്മുടെ മേൽ ദൈവത്തിന് നീതി വെളിപ്പെടുകയും ഈ അബ്രഹാമിന്റെ നന്മകൾ, നീ ഒരു അനുഗ്രഹമായി തീരും, നീ അനേക ജാതികൾക്ക് ഒരു അനുഗ്രഹമായി തീരും, ഞാൻ നിന്നെ വലിയവനാക്കും, നിന്റെ അതിർത്തികളെ വിസ്തൃതമാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇതെല്ലാം ബ്ലെസ്സിങ്, ആ ബ്ലെസ്സിങ് എല്ലാം നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം, അബ്രഹാം കാണിച്ച ഒരു വലിയ ബ്ലണ്ടർ അല്ലെങ്കിൽ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു ഫോഷത്വം എങ്ങനെയാണ് ദൈവ അനുഗ്രഹമാക്കി മാറ്റിയെന്ന് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ. തന്റെ ഭാര്യയായ സാറയെ കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറയും. നോക്കണം, ഗരാർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ, ഗരാർ രാജാവായ അബിമേലെക്കിന്റെ അടുക്കൽ ചെന്നപ്പോൾ സാറയെ കുറിച്ച് അബ്രഹാം പറഞ്ഞ എന്താണെന്നറിയാമോ? ഇവൾ സാറാ അബ്രഹാമിന്റെ ഭാര്യയാണ്. പക്ഷേ ഈ പെങ്കൊച്ച് അല്ലെങ്കിൽ സാറ എന്ന് പറയുന്ന സ്ത്രീ നഷ്ടപ്പെട്ടുപോ എന്ന് ഭയപ്പെട്ട് അബ്രഹാം അബീമേലെക്കിനോട് പറയുകയാണ്, ഇവൾ എന്റെ സഹോദരിയാണ്. ഒരു കള്ളം അങ്ങ് പറയുക. എങ്ങനെയാ കള്ളം പറഞ്ഞത്? ഭയത്തിൽ കൂടെ വന്ന കള്ളമാണ്. നോക്കട്ടെ, ഒരു അബദ്ധം പറ്റുകയാണ്. അപ്പൊ 2-3 വാക്യങ്ങൾ ഒന്നുകൂടി വായിച്ചോട്ടെ. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗരാർ രാജാവ് അബിമേലെക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. രാത്രി ദൈവം സ്വപ്നത്തിൽ അബിമേലെക്ക്. നോക്കണം, ദൈവം എന്ത് സംഭവിച്ചു, ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അബ്രഹാം കള്ളത്തരവാ പറഞ്ഞത്, ഭോഷത്രവാ കാണിച്ചത്. പക്ഷേ ദൈവം ഇടപെട്ടു. നമ്മൾ എത്ര ചില ഭോഷത്വം കാണിച്ചാലും, തെറ്റുകൾ ചെയ്താലും, അല്ലെങ്കിൽ എന്തെല്ലാം മണ്ടത്തരങ്ങൾ കാണിച്ചാലും,
നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നീ ദൈവത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവത്തെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, സന്ദർഭവശാൽ സാഹചര്യവശാൽ ഒരബദ്ധം വീണുപോയി, ഒരു പൊട്ടത്തരം കാണിച്ചുപോയി, ഒരു അവിവേകം കാണിച്ചുപോയി, ഒരു ഫോഷ്കു പറഞ്ഞുപോയി, നോക്കണം, ദൈവം വിട്ടില്ല. ദൈവം എന്ത് ചെയ്തു? സ്വപ്നത്തിൽ കൂടെ രാജാവിനോട് ഇടപെട്ടു. രാജാവിനോട് ഇടപെട്ടിട്ട് പറഞ്ഞു, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും. നീ നോക്കണം, ചുമ്മാ വെറും വാക്കല്ല ദൈവം പറഞ്ഞത്, മര്യാദയ്ക്ക് നിന്നോ, നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും. ആരുടെ ഭാര്യയാണ് നീ തൊട്ടതറിയാമോ? അവൾ ഒരു പുരുഷന്റെ ഭാര്യയാണ്, നീ വിവരം അറിയുന്നു പറഞ്ഞു. നോക്കണം പ്രിയമുള്ളവരെ, നമ്മൾ കാണിക്കുന്ന ചില ഭോഷത്വം ദൈവം ഒരിക്കലും, ഹല്ലേലൂയ സ്തോത്രം, അത് ഹല്ലേലൂയ, നമ്മൾ ഭോഷത്വം കാണിച്ചാലും അല്ലെങ്കിൽ മണ്ടത്തരം കാണിച്ചാലും, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവത്തെ വിശ്വസിച്ച ഒരാളാണെങ്കിൽ, വാഗ്ദത്തം പ്രാപിച്ച ഒരാളാണെങ്കിൽ, ആമേൻ, ദൈവം നിന്നെ വിടത്തില്ല. ദൈവം നിന്റെ പിന്നാലെ ഉണ്ട്. നീ വീണുപോയി എന്ന് പറയുന്ന സ്ഥലത്തും നിന്നെ താങ്ങാനൊരു കർത്താവിന്റെ കരമുണ്ട്. നീ വീണുപോയി എന്ന് പറയുന്ന സ്ഥലത്തും നിന്നെ താങ്ങാനൊരു ദൈവത്തിന്റെ കരമുണ്ട്. എത്രയോ ചില പ്രിയപ്പെട്ടവരെന്നെ കാണുന്നവർ, ഞാൻ വീണുപോയി, എനിക്കിനി എഴുന്നേൽപ്പില്ലേ, എനിക്കിനിയും ഒരു ജീവിതമില്ലേ, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമോ, എന്നെ ഇനി ആര് സഹായിക്കും, ഞാൻ എങ്ങനെ ഈ കുഴിയിൽ നിന്ന് കരകയറും എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ ആത്മാവ് ഇന്ന് നിന്നോട് സംസാരിക്കുകയാണ്. നിന്നെ ആ കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിലെ വികാരങ്ങളെയും വിചാരങ്ങളെയും അറിയുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവമാണ്. ആ ദൈവം നിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്, നിന്റെ പുറമേയുള്ള സംഭവങ്ങളല്ല. നിന്റെ വായിൽ നിന്ന് വീണുപോയി, ഗരാർ എന്ന് പറയുന്ന ദേശത്ത് അബീമേലെക്ക് എന്ന രാജാവിനോട് വീണുപോയെങ്കിലും ദൈവം അബീമേലെക്കിനോട് ഇടപെട്ടു, നീ അവളെ തുടരുതെന്ന് പറഞ്ഞു. ഇനി അതിന്റെ ആ അധ്യായത്തിൽ തന്നെ എന്താ അവസാനം സംഭവിച്ചു? 20:17. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസന്മാരെയും സൗഖ്യമാക്കി. നോക്കണം, അവിടെ ഈ സംഭവം നടന്നപ്പോഴേക്കും അബ്രഹാമിന്റെ ഭാര്യയാകുന്ന സാറായെ അബീമേലെക്ക് കൊണ്ടുപോയപ്പോഴേക്കും അബീമേലെക്കിന്റെ കുടുംബം മുഴുവൻ രോഗികളായി തീർന്നു. ആമേൻ. അപ്പോൾ അബീമേലെക്ക് സ്വപ്നത്തിൽ കൂടെ ദൈവം അവനോട് ഇടപെട്ടു, മടക്കി കൊടുത്തു, സാറായെ മടക്കി കൊടുത്തു. അവിടെ എന്ത് സംഭവിച്ചു? മറുപടിയായിട്ട് കർത്താവ് അബീമേലെക്കിന്റെ കുടുംബത്തിൽ സൗഖ്യം അയച്ചു. അടുത്ത വാക്യം കൂടി, അവർ പ്രസവിച്ചു. അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അബീമേലെക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെ അടച്ചു. അതായത് അവിടെ അബീമേലെക്കിന്റെ കുടുംബത്തിലെ ഗർഭമെല്ലാം അടഞ്ഞുപോയി. കാരണം ചെയ്യേണ്ടാത്തൊരു കാര്യം ചെയ്തപ്പോൾ, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തപ്പോൾ അവിടെ ഗർഭമെല്ലാം അടഞ്ഞുപോയി. എന്നാൽ അവൻ കറക്റ്റായപ്പോൾ, തന്റെ പ്രവൃത്തിയെ കറക്റ്റ് ചെയ്തപ്പോൾ, തന്റെ തെറ്റുകളെ അവൻ കറക്റ്റ് ചെയ്തപ്പോൾ, മോചനം പ്രാപിച്ചപ്പോൾ, അത് റിപ്പന്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ തടഞ്ഞു വെച്ച ഗർഭമെല്ലാം ഓപ്പൺ ചെയ്തു. രോഗങ്ങൾ സൗഖ്യമായി, വിടുതൽ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് എന്റെ ദൂത്, ഹല്ലേലൂയ, നിന്റെ ഭോഷത്വത്തെ അത്ഭുതമാക്കുന്ന ദൈവമാണ്. നിന്റെ ഭോഷത്വത്തെ അത്ഭുതമാക്കുന്ന ദൈവം നിന്നോടൊപ്പം അവൻ കർത്താവുണ്ട്. ഹല്ലേലൂയ. അവൻ എത്ര പേർ പറയുന്നുണ്ട്, യേശു എന്റെ പ്രൊവിഷനാണ്, അവൻ യേശു എന്റെ ലൈഫാണ്, ജീസസ് ഈസ് മൈ ലൈഫ്, ജീസസ് ഈസ് മൈ ഹെൽത്ത്, ജീസസ് ഈസ് മൈ ഹീലർ. അവൻ ഹല്ലേലൂയ സ്തോത്രം, അവൻ തരുമെന്നല്ല പിന്നെയോ, അവൻ നമ്മോട് കൂടെ എല്ലായ്പ്പോഴും ഉള്ളത് കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്താൽ മാത്രം മതി. തരണേ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവന്റെ കയ്യിൽ നമ്മൾ എടുത്താൽ മാത്രം മതി. കാരണം നമ്മൾ അവന്റെ കൂടെയാണ് വസിക്കുന്നത്. എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് നമ്മൾ ചോദിച്ചിട്ടാണോ അല്ല ആഹാരം കൊടുക്കുന്നത്? നമ്മൾ ചോദിച്ചിട്ടാണോ എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മളോടുകൂടെ വസിക്കുന്ന, നമ്മളോടുകൂടെ പാർക്കുന്ന, നമ്മളോടുകൂടെ അനുസരണത്തോട് ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരപ്പനും അമ്മയും എത്രയധികം കരുതും. ആയതിനാൽ നമ്മളെ കാട്ടി നല്ലൊരു ദൈവമാണ് സ്വർഗസ്ഥനായ പിതാവ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ഭയം വേണ്ട. പെട്ടെന്ന് 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം. യിരെമ്യാ പ്രവചനം 23:6 കൂടെ വായിച്ചാണ്.
യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർക്കുവാൻ തക്കവണ്ണം ഹൃദയമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തെരഞ്ഞെടുത്ത് കൊള്ളുക. നോക്കണം, ജീവനെ തെരഞ്ഞെടുത്ത് കൊള്ളുക. ജീവനെ തെരഞ്ഞെടുക്കണമെങ്കിൽ ആ ദൈവം പറഞ്ഞ പോലെ നടക്കാൻ തുടങ്ങണം. ദൈവം പറഞ്ഞ പോലെ നടക്കാൻ തുടങ്ങിയാൽ ജീവനെ തെരഞ്ഞെടുക്കുക. നമുക്ക് ചൂസ് ചെയ്യാം. ജീവനും മരണവും, ജീവനും ഗുണവും ദോഷവും എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗുണത്തിന്റെ പുറകെ പോകാം, ദോഷത്തിന്റെ പുറകെ വേണമെങ്കിൽ പോകാം. ഗുണം തെരഞ്ഞെടുക്കണമെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാൻ തുടങ്ങണം. അങ്ങനെ ദൈവം പറഞ്ഞ പോലെ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഗുണം മാത്രം വരും. ജീവനം നമ്മുടെ മേൽ, ജീവനെ തെരഞ്ഞെടുത്തു കൊള്ളുക. ചൂസ് ദ ലൈഫ്. ലൈഫിനെ ചൂസ് ചെയ്യുക. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലൈഫ് ഗുണമായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ അനുഗ്രഹമായി തീരണമെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുക. യിരെമ്യാ പ്രവചനം 23:6 കൂടെ പെട്ടെന്ന് വായിച്ചാട്ട്. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും, അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. നോക്കണം, അവന്റെ പേരെന്താണ്? യഹോവ നമ്മുടെ നീതി. അപ്പോൾ നീതി, അതായത് ക്രിസ്തുവിൽ കൂടെ നീതി നമ്മുടെ മേൽ വെളിപ്പെടും. ക്രിസ്തുവിൽ കൂടെ സൗഖ്യം നമ്മുടെ മേൽ വെളിപ്പെടും. ക്രിസ്തുവിൽ കൂടെ പ്രൊവിഷൻസ് നമ്മുടെ മേൽ വെളിപ്പെടും. ക്രിസ്തുവിൽ കൂടെ ലോങ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഉൽപ്പത്തി പുസ്തകം 22:14 പറയുന്നു, യഹോവ ഈരെ, ക്രിസ്തുവിൽ കൂടെ പ്രൊവിഷൻസ് നമുക്ക് കിട്ടുമെന്ന്. ആവർത്തന പുസ്തകം 30:20 പറയുന്നു, ഹി ഈസ് യുവർ ലെങ്ത് ഓഫ് യുവർ ഓൾ ലൈഫ്, ഓൾ ഡേയ്സ്, ഹി ഈസ് യുവർ ലെങ്ത് ഓഫ് ലൈഫ്. നിങ്ങളുടെ ജീവനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ലെങ്തിയാക്കാൻ ദൈവത്തിലുള്ള ആശ്രയത്തിന് കഴിയും. പുറപ്പാട് പുസ്തകം 15:26 പറയുന്നു, മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധി നിനക്ക് വരുത്താതെ യഹോവ നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ നീ വസിക്കാൻ തുടങ്ങുമ്പോൾ സൗഖ്യം നിന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സൗഖ്യം നിന്നോടൊപ്പം പാർക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ദൈവം നിന്നോടൊപ്പം പാർക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിക്കും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിനക്ക് ആരോഗ്യം വർദ്ധിക്കാൻ പോകുകയാണ്. ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നീ രോഗിയായിരിക്കുന്നെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു, നിനക്ക് ആരോഗ്യം വർദ്ധിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തലയിലോട്ട് കൈവച്ച് നിങ്ങൾ പറഞ്ഞാട്ട് എനിക്ക് ആരോഗ്യം വർദ്ധിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തലയിലോട്ട് നിങ്ങൾ കൈവച്ച് പറഞ്ഞാട്ട് നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തോട് പറഞ്ഞാട്ട് ആ ശരീരവേദന യേശുവിന്റെ നാമത്തിൽ മാറാൻ വേണ്ടി പറഞ്ഞാട്ടെ, മാറുന്നതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരവേദന മാറുന്നതിനായി സ്തോത്രം. നട്ടലിന്റെ വേദന മാറുന്നതിനായി സ്തോത്രം. കൈയുടെ ഉളുക്കുകൾ മാറുന്നതിനായി സ്തോത്രം. സ്കിന്നിന്റെ രോഗങ്ങൾ, ചൊറിച്ചിൽ മാറുന്നതിനായി സ്തോത്രം. ചെവിയുടെ കേൾവി ശക്തി മടങ്ങി വരുന്നതിനായി സ്തോത്രം. കണ്ണിന്റെ കാഴ്ചകൾ മടങ്ങി വരുന്നതിനായി സ്തോത്രം. ഹാർട്ടിന്റെ വേദനകൾ മാറുന്നതിനായി സ്തോത്രം. മെമ്മറി പവർ വർദ്ധിക്കുന്നതിനായി സ്തോത്രം. കാൽപാദത്തിന്റെ വേദനകൾ മാറുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കരൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. കുടൽ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാട്ട് നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാട്ടെ. നിങ്ങളുടെ നാവിലാണ് അധികാരം ഇരിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകും. നിങ്ങളുടെ വാക്കിൽ കൂടെ രോഗങ്ങൾ സൗഖ്യമാകും. അതുകൊണ്ട് തിരുവചനം പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, കടുക് പണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടൽ പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഇന്നത്തെ മെസ്സേജിന്റെ ഉള്ളടക്കം, all your blunders will be turn into wonders. നിങ്ങളുടെ എല്ലാ ബ്ലണ്ടറുകളും വണ്ടറാകാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ ഭോഷത്വങ്ങളും അത്ഭുതമാകാൻ പോവുകയാണ്. നിങ്ങൾ എന്തെല്ലാം മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ മണ്ടത്തരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പരിശുദ്ധാത്മാവ് പറയുന്നു അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. എങ്ങനെ അനുഗ്രഹമായി തീരും? വിശ്വാസം മൂലം, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം മൂലം അത് അനുഗ്രഹമായി തീരും. ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ, സന്തോഷമായെങ്കിൽ നിങ്ങൾ ഒരു 10 പേർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ വീഡിയോ മെസ്സേജ് സെൻഡ് ചെയ്യുക. അവരും സൗഖ്യമാകട്ടെ, അവരും ആരോഗ്യം പ്രാപിക്കട്ടെ, അവരും ആശ്വാസം പ്രാപിക്കട്ടെ, ലോങ് ലൈഫ് അവർക്കും ഉണ്ടാകട്ടെ. എല്ലാ മനുഷ്യർക്കും അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. May God bless all. Thank you for watching this video. Thank you.